നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂന്തൽ തോരൻ. നമ്മൾ കൂന്തൽ നന്നായിട്ട് അരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെള്ളം കഴുകിയിട്ട്. അപ്പം നമ്മുടെ ചട്ടി ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് കടുക്, കടുക് പൊട്ടി ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തു. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തു ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 കണ്ടി കറിവേപ്പില. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകെല്ലാം നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കൊരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി കട്ട് ചെയ്തു. തക്കാളിയും വെന്തോ നമ്മളിങ്ങനെ ഇതിലോട്ട് കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിട്ടു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. എണ്ണ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മറച്ച് വെച്ചു. നമുക്ക് ഇതിലോട്ട് മസാലയുടെ ചേർക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത് 1/2 സ്പൂൺ, മല്ലി പൊടിച്ചത് 1 സ്പൂൺ, ഇനി മുളക് പൊടി 1/2 സ്പൂൺ. ഈ തേങ്ങയും ജീരകവും കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൂന്തൽ തോരൻ വയ്ക്കുന്നതിന് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. അപ്പം നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നിരത്തി വെച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ്, തേങ്ങയും ഉപ്പും എല്ലാം നമ്മളിട്ടു. ഇനി നമുക്ക് ഈ കൂന്തളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് നിരത്തി വെച്ചു. ഉപ്പൊന്ന് അലിഞ്ഞ് എല്ലാ ഭാഗത്തും പിടിക്കും. ഇനി ഒരു 10-25 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. വെള്ളം ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. കൂന്തൽ വേവാൻ വേണ്ടിയിട്ട് ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ സമയം വേണ്ടി വരും. എന്നാൽ മാത്രമേ കൂന്തൽ നന്നായിട്ട് വേവുള്ളൂ. ഏറെക്കുറെ വെള്ളവും വറ്റി ഡ്രൈ ആയി. എന്നാലും ഇനിയും ഒരു കുറച്ച് നേരം കൂടെ ഒരു 5-10 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം.
ഈർപ്പമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ തോരൻ വയ്ക്കുമ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയിട്ട് വേവിച്ചിട്ട് തോരൻ വയ്ക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഈ വിധത്തിലാണ് തോരൻ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമ്മൾ അരമണിക്കൂർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കൂന്തലിൻ്റെ പീസിൽ നന്നായിട്ട് ഉപ്പും മസാലയെല്ലാം പിടിക്കും. കൂന്തൽ തോരൻ നന്നായിട്ട് വറ്റി നന്നായി ഡ്രൈ ആയി അരപ്പെല്ലാം പീസിലൊക്കെ പിടിച്ച് ഫുള്ളായിട്ട് ഈർപ്പം വറ്റി ഏകദേശം 40-45 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കൂന്തൽ വെന്ത് കിട്ടും. കണ്ടില്ലേ, പീസിൽ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല ഡ്രൈ ആയി. ഉപ്പെല്ലാം ഉണ്ട്, ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂന്തൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം, ഒരു ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.